നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിച്ച് ആത്മാർത്ഥതയോടെ കർത്താവിനെ പിൻപറ്റുന്ന എല്ലാവർക്കും അവൻ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്. അതായത് നീതി നിമിത്തമുള്ള കഷ്ടം സഹിക്കേണ്ടി വരിക. യേശു ഈ ഭൂമിയിൽ കഷ്ടം സഹിച്ചത് താൻ പാപം ചെയ്തിട്ടല്ല, താൻ പിതാവിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഭൂമിയിലായിരുന്നത് കൊണ്ട് പാപികളായ നമ്മളുടെ പാപത്തെ ചുമക്കുന്ന കഷ്ടമാണ് യേശു ഭൂമിയിലേറ്റത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന വളരെ വളരെ സൗമ്യതയോടും സ്നേഹത്തോടും ദൈവവിശ്വാസത്തോടും ഒക്കെ ജീവിക്കുന്നുവെങ്കിലും പല രീതിയിൽ നമ്മുടെ ലൈഫിൽ ലോകത്തിലെ കഷ്ടങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് മുൻകൂട്ടി പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ആമേൻ, അത് സാരമില്ലെന്നാണ് പറയുന്നത്. കാരണം ഞാൻ ഇതിനെയൊക്കെ ജയിച്ചതാണ്. അതുകൊണ്ട് എന്ത് കഷ്ടങ്ങൾ വന്നാലും നമ്മൾ അതിനെ ജയിക്കും. പക്ഷേ നമുക്ക് ആ ഒരു ബോധ്യം വേണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ദൈവവചനം അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പം അത് നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ, ദൈവവചനത്തോടുള്ള സ്നേഹത്തിൽ, ചിലപ്പോൾ ഒരു ഭോഷ്ക് പറയാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കള്ളം പറയാതിരിക്കുമ്പോൾ അവിടെ നമുക്ക് നഷ്ടം വരുന്നുണ്ടാകാം. അതിനെ നമുക്ക് കഷ്ടമെന്ന് പറയാം. പക്ഷേ അത് ദൈവനാമത്തിൽ മഹത്വമായി മാറും. നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ അത് വേണ്ടാന്ന് വെക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കൊരാൾ കുറേ കാശ് തരാനുണ്ട്, ഈ കാശ് എന്ത് ചെയ്താൽ തരുന്നില്ല, നമ്മളതിന് വഴക്കിന് പോകുന്നില്ല. കാരണം നമ്മൾ വഴക്കിന് പോയാൽ ദൈവനാമം ദുഷിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ദുഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിനെ കേസ് കൊടുക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ പോകാതെ നമ്മൾ ആത്മസംയമനം പാലിച്ച് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് താൽക്കാലികമായൊരു നഷ്ടം വരാം, ഒരുപക്ഷെ താൽക്കാലികമായ ക്ഷീണം വരാം. പക്ഷേ നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നീതി നിമിത്തമാണ് കഷ്ടം സഹിക്കുന്നത്. അത് ദൈവരാജ്യത്തിൽ പ്രയോജനമാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ അത് ശ്രേഷ്ഠവുമായി തീരും. അതുകൊണ്ട് അപ്പം നമ്മളെപ്പോൾ ഒരാൾ കുറേ പള്ളു പറഞ്ഞു, കുറേ ചീത്ത പറഞ്ഞു, നമ്മൾ ഇല്ലാത്ത അപവാദങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് പറയാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, നമ്മൾ മറുപടി പറയാത്തത് നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തിലാണെങ്കിൽ കർത്താവിനത് ബുദ്ധിമുട്ടാണ്. ഞാനത് പറഞ്ഞാൽ അത് കർത്താവിന് വിഷമമാകും, ദൈവരാജ്യത്തിന് നാണക്കേടാകുന്നു, കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ ഓഫീസിലാണെങ്കിലും മിണ്ടാതിരിക്കും, വീട്ടിലാണെങ്കിലും ഞാൻ മിണ്ടാതിരിക്കും, സമൂഹത്തിലാണെങ്കിലും ഞാൻ മിണ്ടാതിരിക്കും. അത് നീതി നിമിഷം കഷ്ടം സഹിക്കുന്ന അതിനൊക്കെ വലിയ പ്രതിഫലം പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് തരും. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ തന്നെ 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയും, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്നുള്ളത് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നെങ്കിൽ അതിനകത്ത് ന്യായമൊന്നുമില്ല. നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്നായി. ഹല്ലേലൂയ. നമ്മളൊരാൾക്ക് നല്ലൊരു കാര്യം ചെയ്തു കൊടുത്തു, അതിൻ്റെ പേരിൽ നമ്മൾ കഷ്ടം സഹിക്കേണ്ട വന്നാൽ അത് സാരമില്ല, അത് നല്ലതാണ്, ദൈവനാമം മഹത്വത്തിന് കാരണമായി തീരും. 1 പത്രോസിൻ്റെ ലേഖനം 4:14 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ. മഹത്വത്തിൻ്റെ ആത്മാവായി ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് സഹിക്കുവാൻ കൃപ തരും, ക്ഷമിക്കുവാൻ കൃപ തരും, കണ്ണടച്ച് കളയാൻ കൃപ തരും. അതുകൊണ്ട് ഈ കർത്താവിനോടുള്ള സ്നേഹം, അയ്യോ ഞാൻ എൻ്റെ കർത്താവിനത് വിഷമാകും, കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടും എന്നുള്ള ചിന്തയിൽ നമ്മൾ കഷ്ടം സഹിക്കുമ്പോൾ, നിന്ന സഹിക്കുമ്പോൾ ഓർത്തോണം, ദൈവരാജ്യത്തിൽ വലിയ പ്രതിഫലം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്.